ഹായ് എവരിവൺ, അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ചിക്കനിൽ ഓറഞ്ച് ചേർത്ത് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയാലോ. നല്ല മധുരവും പുളിയൊക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലുള്ള പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലില്ലാത്ത പീസും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസ് വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ചിക്കനിലൊക്കെ നല്ല ആവുന്ന രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. ഇത് നമുക്ക് ഇതിന് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ നല്ല ചൂടായപ്പോൾ ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ മഞ്ചൂരിയനൊക്കെ ചിക്കൻ മഞ്ചൂരിയനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഏകദേശം. അപ്പോൾ അതാ ഞാനൊരു സൈഡായപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കന് 2 സൈഡ് ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് ഓരോ പീസായിട്ട് ഇങ്ങനെ കോരി മാറ്റാം. അപ്പോൾ അതാ മുഴുവനും ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള ഞാൻ ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് ഈ വെജിറ്റബിൾസ് കൂടുതൽ സമയം ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓറഞ്ച് അല്ല എടുത്തിരിക്കണം കേട്ടോ, ഞാൻ മുസമ്പി ജ്യൂസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 മുസമ്പി ജ്യൂസ് വെള്ളമില്ലാണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണാണ് ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുക. ഈ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുക. ഈ ഒരു ഐറ്റം കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ, കാരണം അധികം സ്പൈസി ഒന്നും അല്ലാത്തതാണല്ലോ. പിന്നെ അതിൽ മധുരവും പുളിയൊക്കെയാണ് ഇതിലേക്ക് മുന്തി നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഗ്രേവി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് സ്പൈസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, കുരുമുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഓറഞ്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓറഞ്ചും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.